കനിവ് ബഡ്സ് സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് നൂതന കാർഷിക രീതി പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൾച്ചിംഗ് ഷീറ്റ് വിരിച്ച് പച്ചക്കറി തൈ നടൽ സംഘടിപ്പിച്ചു. വാട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം.എ. നജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മജീദ്, സ്വാഗതം പറഞ്ഞ കൃഷി ഓഫീസർ, ഗ്രാമപഞ്ചായത്തിന്റെ എസ് സുരേഷ് സാറ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജാഫർ, പ്രിയപ്പെട്ട ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പുതിയ രീതിയിലേക്ക് മാറി കൃഷി രീതി പുതിയ രീതിയിലേക്ക് മാറ്റം വരുത്തുകയാണ്. മുൻകാലങ്ങളിൽ അവർ നേരത്തെ അവരുടെ കഴിവ് തെളിയിച്ച പല പ്രകടനങ്ങളും ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ചെണ്ടുമല്ലി ആയാലും പച്ചക്കറി കൃഷി ആയാലും അവരാൽ കഴിയാവുന്ന രീതിയിൽ അവർ കഴിവിന്റെ പരമാവധി അതിന്റെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ അവർ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പുതിയ നൂതനമായിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു നൂതന പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പുതിയ കൃഷിരീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ കൃഷിരീതി പുതിയതാവുമ്പോൾ തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും നല്ല ബഡ്സ് സ്കൂളിന്റെ കൃഷിക്കുള്ള അവാർഡുകളും മറ്റുമൊക്കെ നമ്മളെ തേടിയെത്താറ്. അപ്പോൾ അതിന്റെ ഒരു ആദ്യഘട്ടം എന്നോണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നത്. ഇതിനെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും അതുപോലെ തന്നെ ബഡ്സ് സ്കൂളും വളരെ കൃത്യമായി തന്നെ ഈ കൃഷിരീതിയെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് മാതൃകയാവുന്ന നമ്മുടെ കനിവ് ബഡ്സ് സ്കൂളിലെ കുട്ടികൾ വളരെ കൃത്യമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ അവാർഡിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് അധ്യക്ഷത വഹിച്ചു. നമസ്കാരം. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ്, മറ്റു കൃഷി ഓഫീസർ, ബഡ്സ് സ്കൂളിലെ കുട്ടികളെ, അധ്യാപകരെ, എസ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അവാർഡിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മച്ചിൻപുറത്തുള്ള കൃഷി, അതുപോലെ തന്നെ ഇവിടെ തന്നെ ചെണ്ടുമല്ലി കൃഷി, അങ്ങനെ ഒരുപാട് കൃഷിയിൽ വലിയ പ്രാവീണ്യം തെളിയിച്ച് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു സംവിധാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഷീറ്റ് വിരിച്ചിട്ടുള്ള ഒരു പുതിയ ടെക്നോളജി പ്രകാരമുള്ള തുള്ളി നനച്ചുകൊണ്ടുള്ള ഒരു കൃഷിക്ക് പുതിയ പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള തുടക്കം കുറിക്കുകയാണ്. വാട്ടംകുളം കൃഷി ഓഫീസർ വിഷ്ണുദാസ് ടി.എൻ. മൾച്ചിംഗ് കൃഷിരീതിയുടെ പ്രാധാന്യവും ജൈവ കൃഷി, ശാസ്ത്രീയ കാർഷിക രീതികൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മൾ ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത് 2025-26 സാമ്പത്തിക വർഷത്തിലുള്ള കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികൾ വിലയിരുത്തുന്നതിനും ഒപ്പം സവിശേഷ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സംസ്ഥാന അവാർഡ് നോമിനേഷൻ പദ്ധതികളിലേക്ക് അനുയോജ്യമായ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ്. നമുക്കറിയാം, വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ബഡ്സ് സ്കൂൾ കാർഷികേതര പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നും മുൻതൂക്കം നൽകി വരുന്ന ഒരു വിദ്യാലയം തന്നെയാണ്. ബുദ്ധിപരമായിട്ട് സവിശേഷ പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ പ്രോത്സാഹിക്കുന്നതിനൊപ്പം കൃഷിയിലേക്ക് ഒരു തുടക്കമെന്ന നിലയ്ക്കും മറ്റ് കാർഷികേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും സവിശേഷമായ പ്രകടനമാണ് എന്നും കാഴ്ചവെക്കുന്നത്. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വിത്ത് നടൽ, ജൈവവള പ്രയോഗം, ജലസേചനം, വിളപരിപാലനം എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകി. കുടുംബശ്രീ CDS പ്രസിഡന്റ് ബിന്ദു, വാർഡ് അംഗങ്ങളായ പ്രവിജ, ജാഫർ, അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ്, PTA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, അഗ്രി CRP ബബിനി, അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CNTV എടപ്പാൾ.